യജ്ഞവൽക്യ മഹർഷി വേദം മുഴുവനും പഠിച്ച ഒരു ശിഷ്യനെ അടുത്ത് വിളിച്ചു വരുത്തി, നീ ഋഗ്വേദത്തില് മഹാപണ്ഡിതനാണ്, വളരെ ഉയർന്നവനാണ് എന്ന് എനിക്കറിയാം, നിനക്കുമറിയാം. നിന്നോട് ഞാനൊരു സംശയം ചോദിക്കുന്നു. ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണ്? 1,93,516 വാക്കുകളുള്ള 11,525 ഋക്കുകളുള്ള മന്ത്രങ്ങളുള്ള ഋഗ്വേദത്തിന്റെ സന്ദേശം എന്താണ്? ശിഷ്യൻ മറുപടി പറഞ്ഞു. പല പല മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതെല്ലാം കേട്ട യജ്ഞവൽക്യ മഹർഷി അടുത്തതെന്ത് എന്നാ ചോദിച്ചത്. അവസാനം കുറേ മറുപടികളും ഉത്തരങ്ങളും പറഞ്ഞതിന് ശേഷം യജ്ഞവൽക്യ മഹർഷി തിരിച്ചു പറഞ്ഞു, ഋഗ്വേദത്തിന്റെ സന്ദേശം നീ പറഞ്ഞതൊന്നുമല്ല, പ്രജ്ഞാനം ബ്രഹ്മ. 2 വാക്ക്. ഋഗ്വേദത്തിന്റെ സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ. അർത്ഥം എന്താണ്? സർവചരാചരങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമുണ്ട്. ഗ്ലോറിയസ്, ജ്ഞാനം, അറിവ്. പ്രജ്ഞാനം, ഗ്ലോറിയസ് നോളജ്. അതിന് മോഡേൺ സയൻസും നമ്മുടെ പൂർവികരും ഒരേ വാക്കുപയോഗിച്ചു, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. പ്രജ്ഞാനവും സ്വബോധവും അത് സർവചരാചരങ്ങളിലുമുണ്ടെന്ന ഒരു സന്ദേശമാണ് ഋഗ്വേദം നൽകുന്നത്. യജുർവേദത്തിലെ 40 അധ്യായങ്ങൾ മുഴുവനും പഠിച്ചു വന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു, നീ എന്തു പഠിച്ചു? പല ഉത്തരവും പറഞ്ഞതിന് ശേഷം ഗുരു തിരിച്ചു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം യഥാർത്ഥ ഉത്തരത്തിന്റെ അടുത്തേക്കേ വരുന്നുള്ളൂ, യഥാർത്ഥ ഉത്തരമായില്ല. അതുകൊണ്ട് യജുർവേദത്തിന്റെ സന്ദേശം അഹം ബ്രഹ്മാസ്മി. I am the manifestation and I am the manipulation of the divine power. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെയും പ്രസാരകൻ, അത് വഹിക്കുന്നവൻ. എന്റെ ശരീരം നിലനിൽക്കുന്നത് ഈ ജഗതീശ്വരന്റെ ചൈതന്യം അതിനകത്തുള്ളത് കൊണ്ടാണ്. ഞാൻ തന്നെ അഹം ബ്രഹ്മാസ്മി. ഞാൻ തന്നെയാണ് ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനും. സാമവേദം പഠിച്ച ശിഷ്യനോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യം ഉത്തരം പറയാതെ വന്നപ്പോൾ പറഞ്ഞു, തത്വമസി. തത്ത് അത്, ത്വം നീയ, അസി ശ്വേതകേതോ. ശ്വേതകേതുവിനോടാ പറഞ്ഞ ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് നീയും. ഞാനും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. നമ്മളിൽ 2 പേരിലും ഇരിക്കുന്നത്, ഓരോ കോശത്തിലും ഇരിക്കുന്നത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, പ്രജ്ഞാനം. അതേത് രൂപത്തിൽ എന്നിലും നിന്നിലും നമ്മളിലും ഇരിക്കുന്നു? അഥർവവേദ സന്ദേശം പറയുന്നു, അയമാത്മാ ബ്രഹ്മ. ജീവാത്മാവിന്റെ രൂപത്തിൽ എന്നിലും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളിലും
ഒന്നും കൂടി ആവർത്തിക്കാം. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ, 4 ലക്ഷം തരത്തിലുള്ള വൃക്ഷങ്ങളില്, 80,000 തരത്തിലുള്ള 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളില്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷത്തോളം വരുന്ന അതിസൂക്ഷ്മങ്ങളായ ബാക്ടീരിയയിലും ഈസ്റ്റിലും വൈറസിലും നിലനിൽക്കുന്ന ചൈതന്യം ഒന്നു തന്നെ. അയം ആത്മാ ബ്രഹ്മ.